വീണ്ടും കോവിഡ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ കേട്ടു തുടങ്ങുകയാണ്. എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാലാവസ്ഥപരമായ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ അന്തരീക്ഷത്തിനകത്തെ, വെള്ളത്തിനാകട്ടെ, മണ്ണിനാകട്ടെ, ഇവിടുത്തെ സസ്യലതാദികൾക്കെല്ലാം വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ഈ മാറ്റം നമ്മുടെ കോവിഡ് പോലുള്ള വൈറസുകളെ, കോവിഡ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൊറോണ ഉണ്ടാക്കുന്ന വൈറസുകളെ കൂടുതൽ ആകർഷിക്കുന്നുണ്ടോ? കാരണം 10-20ഓളം പനികൾ കേരളത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ട്, പല സീസണുകളിലായിട്ട് കറങ്ങുന്നുണ്ട്. അതിസാരം പോലുള്ള കാര്യങ്ങൾ, വയറിളക്കം, കോളറ, ഇതൊക്കെ തിരിച്ചു വരുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതൊക്കെ തിരിച്ചു വരുന്നതിൽ നമ്മുടെ വൃത്തിശീലങ്ങൾ, അതുപോലെ തന്നെ പരിസര ശുചിത്വം, പിന്നെ നമ്മുടെ പ്രകൃതിയോടുള്ള നിലപാടുകൾ, ഇതൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഹെൽത്ത് നമ്മൾ, അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ആരോഗ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാലമായി. നമ്മുടെ കാലാവസ്ഥയിൽ എന്താണ് മാറ്റം വരുന്നത്? നമ്മുടെ ഇവിടുത്തെ മണ്ണിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? മണ്ണിൻ്റെ പലതരത്തിലുള്ള കഴിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ വളരെ വ്യാപകമായി മലിനപ്പെടുകയാണ്. നാടും റോഡും തോടും എവിടെ എടുത്താലും മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് മറ്റൊരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരികയാണോ? നിപ്പയും ഇടയ്ക്ക് വന്നു. ഇപ്പോൾ കോവിഡിൻ്റെ നല്ല രൂപങ്ങളാണ്, വ്യത്യസ്ത രൂപങ്ങളാണ് ഇപ്പോൾ കേട്ടുവരുന്നത്. തീർച്ചയായും നമ്മൾ ഒരു പ്രാവശ്യം ലോകവും ഭാരതവും ഇന്ത്യയും കേരളവും ഒക്കെ ഇത് കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കണം. കോവിഡ് വീണ്ടും വരുന്നു എന്നുള്ള ചില ലക്ഷണങ്ങളാണ് പത്രങ്ങളിലൊക്കെ വരുന്നത്. നമുക്ക് കോവിഡും പ്രളയവും ഇതെല്ലാം, പിന്നെ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനും എല്ലാം കൂടെ വന്നാൽ, ഇലക്ഷൻ്റെ ഒരു ഹൈപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രമാധ്യമങ്ങളും എല്ലാവരും ഇലക്ഷൻ്റെ പിറകെ പോകും. അപ്പോൾ അതിനിടയിൽ നമുക്ക് ഈ കോവിഡും മുങ്ങിപ്പോകും, പ്രളയമെല്ലാം മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഇരട്ട പ്രഹരം പോലെ നമുക്ക് വീണ്ടും കോവിഡ് വരാനുള്ള സാധ്യതയുണ്ടോ എന്നറിയില്ല. പക്ഷേ പല സൂചനകളും നൽകുന്നത് കോവിഡും ചെറിയ രീതിയിലെങ്കിലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആവശ്യമായ മുൻകരുതലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെ പ്രതിരോധിച്ചവരാണ്. നമ്മൾ നന്നായി അതിജീവിച്ചൊരു സമൂഹമാണ്. അതുകൊണ്ട് നമുക്കിത് പലതും അറിയാം. അതുകൊണ്ട് ഹെൽത്ത് വർക്കേഴ്സ് പറയുന്നത്, ഹെൽത്ത് വോളണ്ടിയേഴ്സ് പറയുന്നത്, ആശാ വർക്കേഴ്സ് പറയുന്നത്, മെഡിക്കൽ സംവിധാനം നമ്മളോട് പറയുന്നതനുസരിച്ചുള്ള, സർക്കാരുമൊക്കെ പറയുന്ന, പഞ്ചായത്തുകളൊക്കെ പറയുന്നതിനനുസരിച്ചുള്ള എല്ലാ പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം. അത് മാലിന്യ സംസ്കരണത്തിലായാലും നമ്മുടെ പരിസരത്തിൻ്റെ ശുചീകരണത്തിലായാലും മാലിന്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ, എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പുതിയ കാഴ്ചപ്പാട് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും കോവിഡിനെയും കൊറോണയെയൊക്കെ നമുക്ക് വീണ്ടും പ്രതിരോധിക്കാം.